പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മകളായ ഗാന്ധാരിക്ക് ഒരു വിവാഹത്തിനിപ്പോൾ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഗാന്ധാരി ഒരു സാധാരണ രാജകുമാരി ആയിരുന്നില്ല. തന്റെ അച്ഛന്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുക്കുന്നത് അവൾ പതിവായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അവൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അവൾ അതിലൊരു പ്രത്യേക ആനന്ദവും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സാധാരണ രാജകുമാരി എന്നതിലുപരി നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു ഗാന്ധാരി. ഒരു പുരുഷന്റെ മുൻപിൽ തന്റെ ജീവിതം അടിയറവ് വയ്ക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾ ശാന്തമായി തന്നെ തന്റെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു. പക്ഷെ മാതാപിതാക്കൾ വിടുന്ന മട്ടുണ്ടായിരുന്നില്ല. അവർ നിരവധി തവണ ഗാന്ധാരിയെ നിർബന്ധിച്ചു. അവൾ ബഹുമാനിക്കുന്ന ആളുകൾ വഴി വരെ മാതാപിതാക്കൾ അവളെ നിർബന്ധിച്ചു. പക്ഷേ ഗാന്ധാരി സമ്മതിച്ചില്ല. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ മാതാപിതാക്കൾ ഒരു കാര്യം അവളോട് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി നീ അയാളെ ഒന്ന് കണ്ട് സംസാരിക്കുകയെങ്കിലും ചെയ്യ്. സംസാരിച്ചിഷ്ടമായില്ലെങ്കിൽ നീ വിവാഹം ചെയ്യണ്ട. മാതാപിതാക്കളുടെ ആ വ്യവസ്ഥ ഗാന്ധാരി സമ്മതിച്ചു. സംസാരിച്ചതിന് ശേഷം ഇഷ്ടമായില്ല എന്ന് പറയാമല്ലോ. അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം അവർ രണ്ടുപേരും കണ്ടുമുട്ടി. ഗാന്ധാരിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അയാളെ ഇഷ്ടപ്പെട്ടില്ല. അവർ നിരവധി കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. ശേഷം അവർ പിരിഞ്ഞു. എന്നാൽ പിരിയാൻ നേരം ധൃതരാഷ്ട്രർ ഒരു കാര്യം ഗാന്ധാരിയോട് പറഞ്ഞു.